ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണം മാത്രമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിക്കത്തുള്ളൂ. കഴിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാകണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. അത് നോക്കിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്, അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ളത് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. ടേസ്റ്റൊക്കെ കുറഞ്ഞത് നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ഉള്ളിലേക്ക് പോകുന്നതൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ നിന്ന്, പ്രത്യേകിച്ച് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. കാരണം വായിൽ നിന്ന് വരുന്നത് എവിടെ നിന്നാ? എൻ്റെ ഹൃദയത്തിൽ നിന്നാ. ഹൃദയം നിന്മയാൽ നിറഞ്ഞാല്, ഹൃദയത്തില് നന്മ ഇല്ലാതായാല് അവിടെ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കലും നല്ലതായിരിക്കുകയില്ല. പലപ്പോഴും ചില മോശമായ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ? ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണ്. ഹൃദയത്തിൽ തിന്മയുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് ഒരിക്കലും നന്മ പുറത്തേക്ക് വരത്തില്ല. ഹൃദയം ശൂന്യമാക്കി, ഹൃദയം ശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഹൃദയത്തിലെ തിന്മകള് കഴുകിക്കളയാനായിട്ട് നമുക്ക് സാധിക്കണം. ബാഹ്യമായിട്ട് നമുക്ക് ഒത്തിരിയേറെ പരിശുദ്ധി ഉണ്ടായിരിക്കാം, നമ്മളൊക്കെ വിശുദ്ധരായിരിക്കാം, മനുഷ്യരുടെ മുൻപിൽ നമ്മൾ വിശുദ്ധരാ. പക്ഷേ ഒന്ന് ചിന്തിക്കുക, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുമ്പില് വിശുദ്ധി ഉള്ളവനാണോ? ദൈവം നോക്കുന്നത് ഒരിക്കലും എൻ്റെ ബാഹ്യമായ പ്രവർത്തികളിലേക്കല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിലേക്കാ. എൻ്റെ ഹൃദയത്തില് തിന്മയുണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ, ഞാൻ എത്ര പുണ്യപ്രവർത്തികൾ ചെയ്താലും എനിക്ക് ദൈവത്തിന്റെ മുൻപില് അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവിടെ നിന്ന് നമ്മൾ തിരസ്കരിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ആത്മശോധന ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ചില കുറവുകളൊക്കെ നമുക്ക് സംഭവിച്ചേക്കാം. നമ്മൾ മനുഷ്യരാ, അല്ലെ? ബലഹീനത, ചില വീഴ്ചകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഹൃദയത്തിലുള്ള ഈ പാപത്തിന്റെ മാലിന്യം ദൈവസന്നിധിയില് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ഏറ്റുപറഞ്ഞ് അവ കഴുകിക്കളയുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമാണ് എനിക്ക് അഭിമാനത്തോടുകൂടി ദൈവസന്നിധിയില് നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും നമ്മുടെ ഹൃദയം കഴുകി ശുദ്ധമാക്കാം. വന്നുപോയ പാപങ്ങള് ദൈവസന്നിധിയില് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ഏറ്റുപറയാം. നല്ലൊരു കുമ്പസാരം നടത്താം. ശുദ്ധമായ ഹൃദയത്തോടുകൂടി, അഭിമാനത്തോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.